ഹായ് ഫ്രണ്ട്സ്, എവർക്കും പൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂട് കാലത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കോഴികൾ നഷ്ടപ്പെടും. മനസ്സിലായോ? ചൂടിപ്പോൾ സഹിക്കാവുന്നതിനും അപ്പുറമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കോഴികളിൽ മുട്ട ഉൽപ്പാദനത്തിൻ്റെ കുറവും മരണനിരക്കും മറ്റ് രോഗങ്ങളും വരാൻ വളരെ സാധ്യതയേറിയ കൂടുതൽ സമയമാണ് ഈ ചൂട് സമയം. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും. മനസ്സിലായോ? തീറ്റക്രമത്തിൽ ചെറിയ മാറ്റം വരുത്തിയാൽ നമുക്ക് ഏകദേശം 12 മണി വരെ 3 മണി വരെ നമ്മൾ ആഹാരം കൊടുക്കുന്നത് ഒഴിവാക്കണം കോഴികൾക്ക്. സാധാരണ നിങ്ങൾ ആ സമയത്ത് കൊടുക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഗോതമ്പ് തവിട്, തണ്ണിമത്തൻ, കുക്കുംബർ അങ്ങനെ ജലാംശം അടങ്ങിയ ഭക്ഷണങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ശുദ്ധമായ തണുത്ത വെള്ളം കൂടുതൽ 24 മണിക്കൂർ അതിന് കുടിക്കാൻ നമ്മൾ ഉൾപ്പെടുത്തി വെക്കണം. അത് എപ്പോഴും തണുത്ത വെള്ളം വെക്കും. നമ്മൾ ഈ മൺചട്ടിയുടെ പാത്രമുണ്ട് നമുക്ക് ട്രൈ, അതിനകത്ത് വെക്കുകയാണെങ്കിൽ എപ്പോഴും തണുത്തിരിക്കും. ആദ്യം മഴക്കാലത്ത് ചൂട് കാലത്ത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ വിംബ്രാൾ, ബി കോംപ്ലക്സ് എന്നിവ 2 ദിവസം കൂടുമ്പോഴെങ്കിലും കോഴിയൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ മറ്റുള്ള വീഡിയോ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ ചണച്ചാക്കില്ല, അത് കൂടിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ നമ്മളത് ചൂട് കുറയ്ക്കാൻ സഹായിക്കും. അല്ല നമ്മുടെ ഈ മരമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും കുഴപ്പമില്ല, അല്ലാത്തതാണെങ്കിൽ നമ്മളത് ചെയ്യാൻ സഹായിക്കും. പിന്നെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കോഴികളുടെ ദേഹത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതും നല്ലൊരു ഇതാണ്. അടച്ചിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. തുറന്നു വിട്ടാണെങ്കിൽ അത് കുളിക്കാൻ വെള്ളം വെച്ച് കൊടുത്താൽ മതി. അടച്ചിട്ട് വളർത്തുന്ന കോഴികളാകുമ്പോൾ സ്പ്രേക്കകത്ത് പിന്നെ മുഖത്ത് വീഴാൻ ചിറകിലും ദേഹത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് സുഖം കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചൂട് കാലത്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് അസുഖം രക്ഷപ്പെടുത്താൻ പറ്റും. സാധാരണക്കാട്ടും കവിഞ്ഞ് ചൂടാണ് ഇപ്പോൾ നമുക്ക് മനുഷ്യർക്ക് സഹിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇപ്പോൾ മൃഗങ്ങളുടെ കാര്യം പറയേണ്ട, മുട്ടോൽപാദനമൊക്കെ തീരെ കുറവായിരിക്കും ഈ സമയത്തൊക്കെ. അപ്പം നമ്മളതൊക്കെ ചെയ്തുവാണെങ്കിൽ നമുക്ക് നമ്മുടെ കോഴികളെയും മൃഗങ്ങളെ നമ്മൾ സംരക്ഷിക്കുന്ന കോഴികൾ മാത്രമല്ല കിളികൾക്ക് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ സാധനം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതൊക്കെ നമ്മുടെ പേരൻസ് സ്റ്റോക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ നമ്മുടെ കുറുങ്കാരിയുടെ സെറ്റാണത്. ഇതിലൊക്കെ കുഞ്ഞുങ്ങളെ നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. നേക്കനൊക്കെ കുറുങ്കാരിയാണ്. 2 പേടെ ഒരു പൂവിന് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒരു പ്രാവശ്യം കൊടുക്കാൻ സെയിൽസ് പോസ്റ്റ് കിട്ടാണ്, പിന്നെ ഞാൻ കൊടുത്തില്ല. കൂടില്ലാത്തതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, കാരണം പിന്നെ ചോദിച്ചപ്പോൾ കൊടുത്തെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കൊടുത്തില്ലായിരുന്നു. അതിന് നല്ല രീതിക്ക് വാടയിരുന്ന് കുഞ്ഞുങ്ങളെയൊക്കെ ഇറക്കുന്ന പേരാണ്. ഞാൻ പേരായിട്ട് കൊടുത്തപ്പോൾ പേടകളെ മാത്രം ചോദിച്ചു, പൂവനെ കൊടുക്കത്തി. പൂവനെ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പൂവനെ പിന്നെ ഞാൻ കൊടുത്തില്ല. അങ്ങനെ പിന്നെ നിർത്തിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സാധനം സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടിയ സെയിൽ പോസ്റ്റൊക്കെ വരുന്നുണ്ട്. അടുത്തതിന് സെയിൽ പോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു.